Dear ones, welcome to Happy Life TV. ദമ്പതികൾക്കിടയിൽ പലപ്പോഴും പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നതൊരു സത്യം തന്നെയാണ്. അത് പോസിറ്റീവാണ്. സൗന്ദര്യ പിണക്കം എന്ന് പറയുന്നത് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഉണ്ടാവുന്ന ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതെങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും പരസ്പരം മാനസിക അകൽച്ചയ്ക്ക് കാരണമാകുന്നതും അതിന് നമുക്ക് എന്ത് പരിഹാരം ചെയ്യാമെന്നുമാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. സാധാരണ രീതിയിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭർത്താവിനെ ന്യായീകരിക്കുകയും ഭാര്യ ഭാര്യയെ ന്യായീകരിക്കുകയുമാണ് ചെയ്യാറുള്ളത്. ഓരോരുത്തരും സ്വന്തത്തെ ന്യായീകരിക്കുന്നു എന്നർത്ഥം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് സ്വന്തത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. വളരെ സിമ്പിളായ ഒരു മെത്തേഡാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഇനി പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ മറ്റേ വ്യക്തിയെ ന്യായീകരിക്കുക. ഞാൻ എൻ്റെ ഭാര്യയെ ന്യായീകരിക്കുക, ഭാര്യ ഭർത്താവിനെ ന്യായീകരിക്കുക. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, അല്ലാതെ ഒരിക്കലും എന്നോട് അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന തരത്തിൽ നമുക്ക് മറ്റേ വ്യക്തിയെ ന്യായീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് വീട്ടിൽ വന്ന് വാതിലിൻ്റെ മുട്ടി അല്ലെങ്കിൽ ബെല്ലടിച്ചു, എത്രയായിട്ടും ഭാര്യ തുറക്കുന്നില്ല. സാധാരണ രീതിയിൽ വാതിൽ തല്ലിപ്പൊളിച്ച് ജനലിൻ്റെ ചില്ലിനടിച്ച് ഉറങ്ങുന്ന കുട്ടി ഞെട്ടി ഉണർന്ന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഹോൺ അടിച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഭർത്താവ് വന്നിട്ട് ഭാര്യ വാതിൽ തുറക്കുന്നില്ലെങ്കിൽ ആ ഭർത്താവിന് സിമ്പിളായിട്ട് ചിന്തിക്കാം. ഒരു അഞ്ച് പോയിന്റുകളിലെങ്കിലും അല്ലെങ്കിൽ 5 തവണയെങ്കിലും നിങ്ങൾ ആ ഭാര്യയെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്താൽ, നീതീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ആ ഭാര്യയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന തരത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പരിഹാരം കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ, ഈ വാതിലിന് മുട്ടുന്ന സമയത്ത് ഭാര്യ വാതിൽ തുറക്കുന്നില്ലെങ്കിൽ അവൾ എന്തായാലും ബാത്റൂമിലായിരിക്കും, അല്ലെങ്കിൽ അവർ കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ അവർ അപ്പുറത്തെ ആ പുറകു ഭാഗത്തെ തൊടിയിൽ, ആ പറമ്പിൽ, തോട്ടത്തിലായിരിക്കും, അതുകൊണ്ട് ഞാൻ ബെല്ലടിച്ചത് കേട്ട് കാണില്ല എന്ന തരത്തിൽ അങ്ങ് നമ്മൾ ന്യായീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരുന്നത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഭർത്താവിനെ വിളിച്ചിട്ട് ഭർത്താവ് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് ചിന്തിക്കാം, അദ്ദേഹം അത്യാവശ്യമായിട്ട് ഫോൺ സൈലൻ്റ് ആക്കിയതായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ അദ്ദേഹം പ്രധാനപ്പെട്ട എന്തോ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ ഫോൺ അവിടെ ഡെസ്കിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പുറത്തെവിടെയോ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതായിരിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ അതെന്തോ ചാർജ് കഴിഞ്ഞതായിരിക്കും. ഈ ഒരു തരത്തിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിക്കാൻ സാധിച്ചാൽ കുറച്ച് ദിവസങ്ങൾ നമ്മളിത് ആവർത്തിച്ച് ബോധപൂർവം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് നമ്മുടെ തന്നെ പാറ്റേൺ ആയിട്ട് മാറുമെന്നുള്ളതാണ്. പിന്നീട് ബോധപൂർവം നമ്മൾ ചെയ്യേണ്ടി വരില്ല. നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 10-20 ദിവസം കൊണ്ട് അത് മാറുന്നതോടു കൂടെ പിന്നെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങൾ കാണത്തില്ല നമ്മുടെ ജീവിതത്തിൽ. ഇനി മറ്റേ വ്യക്തി റോങ് ആണെങ്കിൽ പോലും, ബോധപൂർവം ആ കുട്ടി നമുക്കെതിരെ തെറ്റ് ചെയ്തതാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു മനസ്ഥിതിയിൽ പെരുമാറുന്നത് കൊണ്ട് അതിൻ്റെ കാരണം കൊണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം നല്ലതായി വരുന്നതും പലപ്പോഴും അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാവാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാവുന്ന ഒരു മാർഗമാണിത്. മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us, ഹാപ്പി ലൈഫ് TV.